മോദിയുടെ ഗ്യാരണ്ടിയുടെ രണ്ട് പ്രതിനിധികൾ, രണ്ട് കേന്ദ്രമന്ത്രിമാർ തൊട്ടടുത്തടുത്ത മണ്ഡലങ്ങളിൽ, ഒരാൾ താങ്കളുടെ എതിരാളി, ഒരാൾ ആറ്റിങ്ങലിലെ BJP സ്ഥാനാർത്ഥി. ഇതെങ്ങനെയാവും വോട്ടർമാർക്കിടയിൽ ഈ മോദിയുടെ ഗ്യാരണ്ടി പ്രതിഫലിക്കുക, വോട്ടിൽ പ്രതിഫലിക്കുക? അല്ല, നിങ്ങൾ നോക്കേണ്ടത് BJPക്ക് കേരളത്തിൽ ഒരു എൻട്രി കിട്ടില്ല, അത് തീർച്ചയാണ്. എന്താ കാരണം? അപ്പോൾ ഇവിടെ BJP ഇത്തവണ എത്രാം സ്ഥാനത്തേക്ക് പോകും എന്നാണ്? BJP എന്താ 3-ാം സ്ഥാനത്ത് തന്നെ. BJPക്ക് അതിലൊന്നും സംശയമില്ല. ഈ മറ്റുള്ള കൂട്ടർ BJP 3 ത്രികോണ മത്സരമാണെന്നൊക്കെ മറ്റവർ പറയുന്നുണ്ട്. UDF അത് പറയുന്നുണ്ട്. അതൊരു വേറെ അണ്ടർസ്റ്റാൻഡാണ്. അവർക്ക് എന്തിനാ പറയുക, ഇത് പറഞ്ഞുകൊണ്ട് വേണം അവസാന ഘട്ടത്തിൽ ഈ BJP ജയിക്കാൻ പോകുന്ന അതുകൊണ്ട് വോട്ട് നമുക്ക് തന്നേന്ന് പറയാൻ. എല്ലാ തവണയും ആ അടവ് നടക്കില്ലല്ലോ. ഇത്തവണ അടവ് നടക്കില്ല. അതായത് ഇത്തവണ ശ്രീ പന്ന്യൻ രവീന്ദ്രൻ്റെ അടുത്ത അടവ് നടക്കില്ല. ആ അടവ് ഇവിടെ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ BJP ജയിക്കാൻ വേണ്ടി പോകുന്നു, അതുകൊണ്ട് വോട്ട് ഇങ്ങോട്ട് കുത്തിയെന്ന് പറയുന്നത് ആ പറയുന്ന ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയാണ്. കാരണം ഇവിടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ഉത്കണ്ഠാകുലരാണ്. അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗവും അവർ കാണുന്നുണ്ട്. അവിടുത്തെ ജനജീവിതം അവർക്കറിയുന്നുണ്ട്. ബന്ധുക്കൾ അവിടെയൊക്കെ ഉണ്ട്, അവർ വിവരം അറിയിക്കുന്നുണ്ട്. നമ്മൾ പത്രങ്ങൾ വായിച്ചില്ലെന്ന് തിരക്കേടില്ല. ആ വിവരം കൊണ്ട് മനസ്സ് നോവുന്ന ആളുകളായി ഇവരെല്ലാ ആളുകളും. അതുകൊണ്ട് കേരളത്തിൽ സുരക്ഷിതമാണ്. നമുക്ക് കേരളത്തിലൊരു നാഥനുണ്ട്. സാധാരണ പഴയ കാലത്ത് തറവാട്ടുകാരനവരല്ലേ, അതുപോലെ കേരളത്തിലെ കാര്യം നോക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന തറവാട്ടുകാരനവരുണ്ട്. ഏത് കാര്യത്തിനും നമുക്ക് നേരിട്ട് പറയാം, അദ്ദേഹം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കും. നിങ്ങൾക്കറിയോ, പ്രളയകാലത്ത് അർദ്ധരാത്രി ഞാൻ 12:35 വിളിച്ചിട്ട് അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, അവിടെ മുങ്ങുന്ന മനുഷ്യരെക്കുറിച്ച്. അദ്ദേഹം പറഞ്ഞു, പന്നിയാ ബേജാറാവണ്ട, ഞാൻ ഇപ്പോൾ ഏർപ്പാടുണ്ടാക്കാമെന്ന്. അങ്ങനെ കുശലായ ഒരു ഭരണാധികാരിയും ഒരു ഭരണകൂടവും ഇവിടെ ഉള്ളപ്പം LDF നമുക്ക് എന്നും ഒരു ആശ്രയമാണ്. നമുക്കെപ്പോഴും നമ്മുടെ പിന്നാലെ അവരുണ്ട് എന്നുള്ള ബോധമാണ്. ഒറ്റ കാര്യം കൂടി, അതായത് ഇതെല്ലാം പറയുമ്പോഴും രാഷ്ട്രീയമായ ഒരു വലിയ കടമ്പ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി കടക്കേണ്ടതുണ്ട്. ആ വലിയ ഉത്തരവാദിത്തമാണ് താങ്കളെ ഏൽപ്പിച്ചത്. ആ ആത്മവിശ്വാസമാണ് താങ്കൾ വോട്ടർമാരോട് പങ്കുവെക്കുന്നത്. അതായത് 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാമതെത്തണം. അതേസമയം ഈ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭകളിൽ മുൻകാലങ്ങളിലില്ലാത്ത വലിയ സ്വാധീനം ഇന്ന് ഇടതുമുന്നണിക്കുണ്ട് താനും. അത് ലോക്സഭയിൽ പ്രതിഫലിച്ചാലേ 1-ാമതെത്തും. അല്ല, ഇത് തിരുവനന്തപുരത്തുള്ള ആളുകളോട് പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാം അറിയാവുന്ന. 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന LDF 1-ാം സ്ഥാനത്ത് എത്തിയിട്ട് അവിടെ നിൽക്കുക. വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രചരിപ്പിച്ച ആളുകളാണ്. ഇവിടുത്തെ കാര്യം ഞാൻ പറയാം. ഇവിടെ നടന്നത് ഈ വെള്ളം ഒരുപാട് പുഴയിലൂടെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇത് നടന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് 5 വർഷം. അതിനിടയിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തേണ്ട സ്ഥിതി, അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വലിയ ജയം ജയിച്ചിരിക്കുന്നു. അസംബ്ലിയിൽ 7 അസംബ്ലിയിൽ 6 ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. മാത്രമല്ല അന്നത്തെ പ്രചരണം എന്തായിരുന്നു? നിങ്ങൾ ഈ പ്രചരണത്തിൻ്റെ കാര്യത്തിൽ അന്നെന്തായിരുന്നു? എല്ലാ മീഡിയയും കൂടി പറഞ്ഞെന്താ, ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തുന്നു. എവിടെ പോയി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോ ബിരിയാണി ചെമ്പ്, എവിടെ പോയി സ്വർണം കടത്തൽ? ഇതുപോലെ നുണ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ മാറ്റിയെടുക്കാമെന്ന് ധരിച്ചവർക്ക് കിട്ടല്ലേ അത്. മാത്രമല്ല ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ ഇവിടെ 2 തെരഞ്ഞെടുപ്പ് നടന്നു, ബൈ ഇലക്ഷൻ. BJPയുടെ കാര്യം പറയാനാണ്. ഒരു ബൈ ഇലക്ഷൻ നടന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ആ ബൈ ഇലക്ഷനിൽ BJP എല്ലാ പണിയെടുത്ത് 25 വർഷമായവരെ കയ്യിലുള്ള സീറ്റാണ്. ഇവിടെ ആരെ കയ്യിലാണ്? ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ. ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടി, ജനങ്ങൾ നമുക്ക് വോട്ട് ചെയ്ത്. ഇന്നലെയൊക്കെ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയി. അതുപോലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്ത്, അവിടെയും BJPൻ്റെ സീറ്റ് 20 വർഷമായ അവരെ സീറ്റാണ്, അതും തിരിച്ചു പിടിച്ച്. ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ചിന്തിക്കുന്നവർ, ഒരുപാട് അറിയുന്നവർ, വിവേകമുള്ളവർ, വിജ്ഞാനമുള്ളവർ, വകതിരിവ് കൂടിയുള്ള. അത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടാണ്. BJP കോർപ്പറേഷൻ പിടിക്കും എന്നൊരു വലിയ പ്രചണ്ഡ പ്രചാരണം നടന്നു. പക്ഷേ കൂടുതൽ സീറ്റോടെ LDF വീണ്ടും വരുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ അത് ഒരു വസ്തുതയാണ്, സത്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ചിത്രം ഈ പുറത്ത് പറയുന്നതല്ല ചിത്രം. തിരുവനന്തപുരത്ത് ഇപ്പം അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിലെയൊക്കെ ഇടത് MLA-മാരാണ് എന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ പന്ന്യനെ സംബന്ധിച്ച്, രവീന്ദ്രനെ സംബന്ധിച്ച് ഒരു അധിക നേട്ടമാണോ? പിന്നെയോ, ഇടത് MLA-മാരാണ്. അവരുടെ പ്രവർത്തനം വട്ടിയൂർക്കാവിൽ പ്രശാന്ത്, പാറശാല ഹരീന്ദ്രൻ, അത് കഴിഞ്ഞ് നെയ്യാറ്റിങ്ങര ആൻസലൻ, ഇവിടെ ശിവൻകുട്ടി, ഇവിടെ നമ്മുടെ നിയമം BJP മുമ്പ് അക്കൗണ്ട് തുറന്ന സ്ഥലമാണ് നിയമം. അവിടെ ശിവൻകുട്ടി, പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കടകംപള്ളി ആൻ്റണി രാജു. ഈ MLA-മാർ 6 MLA-മാരും പ്രശാന്ത് ഉൾപ്പെടെ 6 MLA-മാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പോകാൻ ധരിക്കണ്ട. സ്വപ്നം കണ്ടോട്ടെ, അതിലൊന്നും പ്രശ്നമില്ല. നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ആ യാഥാർത്ഥ്യം
നമ്മളെ കൂടെ വരുമെന്നാണ് പൂർണ്ണ പ്രതീക്ഷ. ശരി. ജനങ്ങളിലാനൊക്കെ വിശ്വാസം. ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഞാനും അവർ ഒരുമിച്ചാണ്. ജനങ്ങൾ ഒരിക്കലും നമ്മുടെ ദാസന്മാരല്ല, നമുക്ക് മുകളിലാണ്. അവരാണ് നമ്മളെ തീരുമാനിക്കുന്നത് കാര്യം നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത്രേ എനിക്ക് പറയാം. അല്ല, ഏതായാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, MP എന്ന നിലയിൽ പ്രവർത്തിച്ച കാലത്ത് ചെയ്ത കാര്യങ്ങൾ, ആ ചെയ്ത കാര്യങ്ങൾക്കപ്പുറം അത് ചെയ്തെടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നടപടികൾ, അതാണ് യഥാർത്ഥത്തിൽ വോട്ടർമാരെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കാനിടയുള്ള ഒരു പ്രത്യേക, എനിക്ക് നമ്മൾ ഈ സംസാരിച്ചാൽ ഏറ്റവും സവിശേഷമായി തോന്നിയത് അതാണ് കേട്ടോ. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു MP ആയ ഒരു കാലത്ത് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെ ഓരോന്നും ഇവിടേക്ക് എത്തിച്ചു എന്ന് പറയുന്നതിൻ്റെ നിങ്ങൾ പോയിട്ട് പ്രസ്താവന കൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ പ്രയോഗത്തിലാണ്. കത്തെഴുതി അയക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും, പ്രസ്താവന ഇറക്കാനും കഴിയും. പക്ഷേ പ്രയോഗത്തിൽ വരുന്നതിന് വേണ്ടി കാണേണ്ട എങ്ങനെയാണെന്നുള്ള അത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്താലേ കാര്യം നടക്കും.